ഞങ്ങൾ ഒരാളുമായിട്ടും അഭിപ്രായ വ്യത്യാസമില്ല, ഒരു സമുദായവുമായിട്ടും ഞങ്ങൾ ഒരു സംഘർഷത്തിലുമില്ല. പക്ഷെ ഞങ്ങൾക്ക് രാഷ്ട്രീയമായ തീരുമാനങ്ങളുണ്ട്. ആ രാഷ്ട്രീയമായ തീരുമാനങ്ങൾ ഞങ്ങൾ എടുക്കും. NSSുമായി കോൺഗ്രസിന് ഒരു അഭിപ്രായ ഭിന്നതയുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. ഒരു സമുദായവുമായും സംഘർഷമില്ല. UDFന് എല്ലാവരോടും ഒരേ നിലപാടാണുള്ളതെന്നും VD സതീശൻ. ആചാരലംഘനം സംരക്ഷിക്കാൻ നടപടിയെടുത്തത് UDF എന്നും ഓർമ്മപ്പെടുത്തൽ. പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരും. ഹൈക്കോടതി നടപടി മുരുങ്ങൂരിലെ ഗതാഗത കുരുക്കുൾപ്പെടെ പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്ന കളക്ടറുടെ റിപ്പോർട്ട് പരിഗണിച്ച് കേസ് ഈ മാസം 30-ന് വീണ്ടും പരിഗണിക്കും. ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി കൊച്ചിയിൽ പിടിച്ച ഫസ്റ്റ് ഓണർ വാഹനം മലയാളിയുടേതെന്ന് സംശയം. എഞ്ചിൻ നമ്പർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കണ്ടെത്തിയത് മൂവാറ്റുപുഴ സ്വദേശിയുടെ മേൽവിലാസം. RC ബുക്കിലെ മേൽവിലാസം അസം സ്വദേശി മാഹിൻ അൻസാരിയുടേത്. വ്യാജ മേൽവിലാസം നൽകി വാഹനമിറക്കിയെന്ന് സംശയം. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ മൂവാറ്റുപുഴ സ്വദേശിക്ക് കസ്റ്റംസ് നോട്ടീസ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് എത്തിയത് KPCCയുടെ മൗനാനുവാദത്തോടെ. സസ്പെൻഷനിലായതിനാൽ കോൺഗ്രസ് പരിപാടികളിൽ പങ്കെടുപ്പിക്കില്ല. മാങ്കൂട്ടത്തിന്റെ സന്ദർശനത്തിൽ നിലപാട് മയപ്പെടുത്തി പാലക്കാട് DCC. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റികളുടെ പുനഃസംഘടന വൈകും. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നും വിലയിരുത്തൽ. എല്ലാ ജില്ലകളിലും പുനഃസംഘടന വേണ്ടെന്ന് മുതിർന്ന നേതാക്കൾ. അടുത്ത KPCC നിർവാഹക സമിതി യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടായേക്കും. സമസ്ത നേതാവ് നാസർ ഫൈസിക്കെതിരെ പടയൊരുക്കം. സമസ്ത പോഷകഘടകം ഭാരവാഹിത്വത്തിൽ നിന്ന് നാസർ ഫൈസിയെ നീക്കണമെന്ന ആവശ്യം. നിരന്തരം സമസ്ത നേതാക്കളെ ആക്ഷേപിക്കുന്നുവെന്നും ആരോപണം. അവിശ്വാസ പ്രമേയവുമായി സമസ്തയിലെ ലീഗ് വിരുദ്ധർ. അവിശ്വാസ പ്രമേയത്തിന്റെ പകർപ്പ് കേരള വിഷൻ ന്യൂസിന്. സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് സംഘർഷമുണ്ടായ ലഡാക്ക് ജാഗ്രതയിൽ. ലേയിലടക്കം കർഫ്യൂ തുടരുന്നു. സംഘർഷത്തിന് കാരണം സോനം വാങ്ചുക് എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത് 4 പേർ.